ഹരേ കൃഷ്ണ. ഗോവർദ്ധൻ ഗോവർദ്ധൻ്റെ ചുറ്റുമുള്ള ഏരിയയിൽ ഒരു ബ്യൂട്ടിഫുൾ യാത്ര കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. സോ മനസ്സിപ്പോഴും ഗോവർദ്ധനിലല്ലേ വിട്ടിട്ട് വന്നിരിക്കുകയാണ്. സോ ബ്യൂട്ടിഫുൾ, ബെസ്റ്റ് എവർ യാത്ര എന്ന് വേണം പറയാൻ. സോ ഗോവർദ്ധൻ ഡബിൾ റോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഗോവർദ്ധൻ ഇസ് കൃഷ്ണ ഹിംസെൽഫ്, സ്വയം ഭഗവാൻ തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം ഗോവർദ്ധൻ ഇസ് കോൾ ഹരിദാസവർയ ബൈ ദ ഗോപീസ്. വൃന്ദാവനത്തിലെ ഗോപികൾ സുപ്രീം മോസ്റ്റ് വർഷിപ്പേഴ്സ് ഓഫ് കൃഷ്ണ, ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തകളാണ്. പക്ഷെ അവരെന്നെ പറയാണ് ടോപ്പ് മോസ്റ്റ് ഡിവോട്ടി ഹരിദാസ വർയ ഗോവർദ്ധനാണ്. കാരണം ഗോവർദ്ധൻ ഭഗവാനെ അത്രയധികം രീതികളിൽ അത്രയധികം രസങ്ങളിൽ ഭഗവാനെ സെർവ് ചെയ്യുന്നുണ്ട്. സോ ഗോവർദ്ധൻ അപ്പിയേർഡ് ആസ് എ സൺ ഓഫ് ദ്രോണ. നമ്മുടെ മഹാഭാരതത്തിലെ ദ്രോണാചാര്യനല്ല കേട്ടോ, ദ്രോണ പർവ്വതത്തിൻ്റെ മകനായിട്ടാണ് ഗോവർദ്ധനം ആവിർഭാവം ചെയ്തത്. അപ്പോൾ അദ്ദേഹം അപ്പിയർ ചെയ്തത് വൃന്ദാവനത്തിലല്ലായിരുന്നു. പക്ഷേ ഈ മഹായോഗികളായിട്ടുള്ള മുനിമാരിൽ ഒരാൾ ഗോവർദ്ധന പർവ്വതത്തിനെ കണ്ടപ്പോൾ എന്ത് തപസ്യയ്ക്ക് പറ്റിയ പർവ്വതമാണല്ലോ എന്ന് കണ്ട് ദ്രോണ പർവ്വതത്തിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പുത്രനായിട്ടുള്ള ഗോവർദ്ധനെ തരൂ എന്ന് പറഞ്ഞു. സോ അദ്ദേഹം മനസ്സോടെ ഗോവർദ്ധനത്തിനെ കൊടുത്തു. ഗോവർദ്ധൻ വാസ് റെഡി ടു ഗോ. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചു. താങ്കൾ എന്നെ എവിടെ വെച്ചിട്ടാണോ ഫസ്റ്റ് താഴെ ഇറക്കണം അവിടെ ഞാൻ സിറ്റുവേറ്റഡ് ആവും, അവിടെ നിന്ന് ഞാനിനി മാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഈ മുനിയും ഒക്കെ സമ്മതിച്ചു. അപ്പോൾ ഗോവർദ്ധനത്തിനെയും കൊണ്ട് വരുന്ന വഴിക്ക് ഗോവർദ്ധനം വൃഷഭൂമി കണ്ടു. ഗോവർദ്ധനത്തിന് മനസ്സിലായി ഇതാണ് എൻ്റെ വീട്, ഇവിടെയാണ് ഭഗവാന്റെ ലീലകൾക്കായി ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധനം എന്ത് ചെയ്തു, ഗോവർദ്ധനത്തിൻ്റെ പവർ കൊണ്ട് ഈ മുനിക്ക് നേച്ചേഴ്സ് കോൾ വരുത്തിച്ചു. അപ്പം മുനി എന്ത് ചെയ്തു, താഴെ ഇറങ്ങി ഗോവർദ്ധനത്തിനെ താഴെ വെച്ചു. അപ്പോൾ ഗോവർദ്ധനത്തിനെ താഴെ വെച്ചു. ഇദ്ദേഹം നേച്ചേഴ്സ് കോൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഈ ഗോവർദ്ധനം പൊങ്ങണില്ല. അപ്പോൾ ഗോവർദ്ധനത്തിനോട് പറഞ്ഞു, വരും, ഞാൻ ഉദ്ദേശിച്ച സ്ഥലം എത്തിയിട്ടില്ല, പോവാം എന്ന് പറഞ്ഞപ്പോൾ ഗോവർദ്ധനം പറഞ്ഞു, ഞാൻ കണ്ടീഷൻ പറഞ്ഞിരുന്നില്ലേ, എന്നെ എവിടെയാണോ ഇറക്കണം ഞാൻ അവിടെ നിന്ന് മാറില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി വ്രജത്തിൽ തന്നെ ഇരിക്കാൻ പോകണം. അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അപ്പോൾ അദ്ദേഹം ഒരു ശാപം കൊടുത്തു. എന്ന് പറഞ്ഞു, ഓരോ ദിവസം കഴിയുന്നോറും ഒരു എള്ളിൻ്റെ അത്രയും ഭാഗം ഗോവർദ്ധനം ചെറുതാവും. സോ ഈവൻ നൗ ഗോവർദ്ധൻ ഇങ്ങനെ ഹ്യൂജ് മൗണ്ടൻ അല്ല, ഗോവർദ്ധൻ ഇസ് ബിക്കമിങ് സ്മോളർ ആൻഡ് സ്മോളർ. ദിവസം കഴിയുന്നതോറും ഗോവർദ്ധനം ചെറുതായി വരിക ഉയരത്തിൽ. ഈസ് എൻറ്ററിങ് ദി എർത്ത്, ഉള്ളിലേക്ക് ഗോവർദ്ധൻ പോയിക്കൊണ്ടിരിക്കുക. ബട്ട് ഈവൻ നൗ ഹി ഈസ് 21 കിലോമീറ്റേഴ്സ് സർക്കംഫറൻസ് ഉണ്ട്, ചുറ്റളവ് 21 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ ഉയരം വളരെ അധികമില്ല. എന്നാലും ഭക്തന്മാർ ഭഗവാന്റെ ഇത്രയധികം ലീലകൾ അവിടെ നടന്നിട്ടുള്ള കാരണം കൊണ്ട് ഭഗവാനും ഗോവർദ്ധനവും തമ്മിൽ വ്യത്യാസമില്ലാത്തതുകൊണ്ട് ഗോവർദ്ധനത്തിൻ്റെ മേലെ ചവിട്ടാറില്ല. സോ ഗോവർദ്ധനത്തിൻ്റെ മുകളിലേക്ക് കയറാറില്ല ഭക്തന്മാർ. സോ ഗോവർദ്ധനത്തിന് പരിക്രമ ചെയ്യാനായിട്ട് ഒരു വേലിമാരി കെട്ടിയിട്ട് അതിൻ്റെ പുറമേ പരിക്രമ മാർഗം വെച്ചിട്ടുള്ളത്. ഷൂ ഒന്നും ഇടാതെ, ചെരുപ്പിടാതെ ആണ് ഗോവർദ്ധനം പരിക്രമ ചെയ്യാറ്. അതേമാതിരി വ്രജവാസികൾ ദണ്ഡവത് പരിക്രമയും ചെയ്യാറുണ്ട്, അതായത് നമസ്കരിച്ചുകൊണ്ട് ഫുൾ പരിക്രമം ചെയ്യാം. സോ ഗോവർദ്ധനം വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലീലാസ്ഥലിയാണ് ഗോവർദ്ധനം. ഹരേ കൃഷ്ണ.